വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 415, അതായത് ഇന്ന് ഇറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രോമോ നമ്മളെല്ലാവരും കണ്ടു കാണും. ഈ പ്രോമോയിൽ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബാലു തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നമുക്ക് ആദ്യം പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ ലച്ചുവും ദിയയും ഇവിടെ റാംകുമാറിൻ്റെ വീട്ടിൽ നിന്ന് പാർമയുടെ വീട്ടിലേക്ക് നടക്കുന്നത് ആ ഒരു റോട്ടിലൂടെ നടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ദിയ ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, ഒരു കല്യാണം നടക്കുന്നതിന് നീ എന്തിനാണ് ഇത്രത്തോളം ടെൻഷൻ അടിക്കുന്നത് എന്ന രീതിക്ക് ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു തിരിച്ചു പറയുന്നുണ്ട്, സിദ്ധുവിൻ്റെ കല്യാണത്തിൽ അടുത്ത് വരാൻ പോകുന്ന കല്യാണമാണിത്, അപ്പോൾ ഇത് താൻ തന്നെ ഒന്ന് നടത്തി കൊടുക്കണം എന്ന രീതിക്കൊക്കെ ലച്ചു കുറച്ച് ഓവർ ബിൽഡപ്പ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുക്കളയിൽ വെച്ച് ഈ ഒരു കല്യാണത്തിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അതിൽ നീലു ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനെ വിളിക്കണില്ലേ എന്ന രീതിക്ക്. അപ്പോൾ ലച്ചു ഭയങ്കര ഡൗട്ടായിട്ട് അച്ഛൻ മര്യാദയ്ക്കൊക്കെ വരുമോ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത സീൻ കാണിക്കുന്നത് ഇവരെല്ലാവരും കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത് പോലെയാണ്. അതായത് റാംകുമാറും ഹൈമോദിയും നീലും ഭവാനിയും ഈ കുട്ടികളെല്ലാവരും പാടെ റെഡിയായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ലച്ചു നീലുവിൻ്റെ ഡ്രസ്സൊക്കെ ശരിയാക്കാൻ പോകുമ്പോൾ നീലു ദേഷ്യപ്പെടുന്നുണ്ട്, ഒന്ന് പോ ലച്ചു, ഇതൊക്കെ മതി എന്ന രീതിക്ക്. അപ്പോൾ ഹൈമോദി ചോദിക്കുന്നുണ്ട് ഇറങ്ങാറായോ എന്ന രീതിക്ക്. അപ്പോൾ ലച്ചു തിരിച്ചു പറയുന്നുണ്ട്, അച്ഛൻ വന്നാൽ അപ്പം തന്നെ ഇറങ്ങുന്നത് തന്നെ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ബാലുവിൻ്റെ ഒരു മാസ് എൻട്രി കാണിക്കുന്നുണ്ട്. അതായത് ഒരു സീസൺ 1 ആ മൊട്ട ബാലു തിരിച്ചു വരുന്നത് പോലെ ഓട്ടോയിൽ നിന്ന് ബാലു മൊട്ടയായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് വീട്ടിലേക്ക്. ഇത് കണ്ട് വീട്ടിലെല്ലാവരും ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ബാലു ഇങ്ങനെ നടന്നു വരുന്നത് കണ്ട് കേശു ഭയങ്കര സന്തോഷത്തിൽ മൊട്ട ബാലു എന്ന രീതിക്ക് വിളിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ബാലു കയറി വന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത്രയും സ്റ്റൈൽ മതിയോ എന്ന രീതിക്ക്. അപ്പോൾ അത് കണ്ടിട്ട് ലച്ചുവൊക്കെ ഭയങ്കര ദേഷ്യത്തോടെ ബാലുവിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് പ്രോമോൻ്റെ അവസാനം ശിവാനി ബാലുവിനെ നോക്കി പറയുന്നുണ്ട്, ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് ലുക്ക് കൂടിയിട്ടുണ്ടോ എന്നാണ് ഡൗട്ട് എന്ന രീതിക്ക് ബാലുവിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് കേശു ശിവാനിയൊക്കെ. എന്നിട്ട് അവസാനത്തെ സീനിൽ ലച്ചു ദേഷ്യത്തോടെ എല്ലാവരോടും പറയുന്നുണ്ട്, അച്ഛനില്ലാതെ എൻ്റെ ഒപ്പം കല്യാണത്തിന് വരുമോ എന്ന് എല്ലാവരോടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ബാലുവും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് പറയുന്നുണ്ട്, അതിനുള്ള ധൈര്യം കുട്ടമ്പളയുടെ മോൾക്കും ഇല്ല, ഇവിടെ ആർക്കും ഇല്ല, ഞാനില്ലാതെ ഇവിടെ ആരും എവിടേക്കും പോവില്ല എന്ന രീതിക്ക് ബാലു ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടെൻഷനോടെ നിൽക്കുമ്പോൾ ആ ഒരു പ്രോമോ ഉണ്ടായി. പിന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് അത് തന്നെയാണ്. ലച്ചുവിൻ്റെ കുടുംബത്തിൽ ഒരു വലിയ കല്യാണം നടക്കാൻ പോകുമ്പോൾ ലച്ചുവിനെ അത് ഏറ്റെടുത്ത് നടത്തുന്നത് പോലെയൊക്കെ ലച്ചു ബിൽഡപ്പ് ചെയ്ത് നിന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് ബാലു ഒരു റീ എൻട്രി കൊടുക്കുകയാണ് മൊട്ടയടിച്ചിട്ട് മൊട്ട ബാലുമായിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ലച്ചു ആകെ ദേഷ്യപ്പെട്ടിട്ട് ബാലു ഇല്ലാതെ പോകാമെന്ന രീതിക്കൊക്കെ തീരുമാനിച്ച് അവിടെ അതിന് പേര് ചൊല്ലിയൊരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവസാനം കല്യാണത്തിന് പോയോ ഇല്ലയോ എന്നുള്ളതായിരിക്കണം ഈ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഏതായാലും ഒരു വിൻറ്റേജ് ബാലുവിന് ഈ ഒരു എപ്പിസോഡ് നമുക്ക് തിരിച്ചാണ്. അതായത് ഒരു മൊട്ട ബാലു ലുക്കിൽ ബാലു തിരിച്ചു വന്നിരിക്കുകയാണ്. ആരും തന്നെ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്. ബാലു ഇപ്പോൾ തന്നെ തിരിച്ചു വരുന്ന പോലും ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാലു ഇപ്പോൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, അതും സീസൺ 1 ആ ഒരു വൈബോടുകൂടി തന്നെ. മാത്രമല്ല ഇതൊരു റിപ്പീറ്റഡ് കണ്ടന്റ് പോലെ ഫീൽ ആവുന്നുണ്ട്. സീസൺ 1 മൊട്ട ബാലുവിൻ്റെ എൻട്രിയുള്ള എപ്പിസോഡിൽ ഇവരെല്ലാവരും പാടെ കല്യാണത്തിന് പോകാൻ നിൽക്കുമ്പോൾ ബാലു മൊട്ടയടിച്ചിട്ട് വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതിൻ്റെ അതേപോലെ തന്നെയാണ് ഇതും കാണിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു എപ്പിസോഡ് കാണാൻ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും എന്നുള്ളത് കൺഫേമാണ്. പ്രോമോ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.